സർ, ഈ വേദാന്തത്തിൽ പറയുന്ന ആത്മവിചാരം, സെൽഫ് എൻക്വയറി, അതോടൊപ്പം തന്നെ ആത്മവിചാരം, സെൽഫ് എൻക്വയറി, അതോടൊപ്പം തന്നെ സെല്ലിൽ, അതോടൊപ്പം ബുദ്ധമതക്കാർ ഉപയോഗിക്കുന്ന മൈൻഡ്ഫുൾനെസ്, ഇത് രണ്ടും ചേർന്നതാണ് രമണ മഹർഷി പറഞ്ഞിരിക്കുന്ന ഹുവാമൈ എന്ന കോൺസെപ്റ്റ്. മൂന്ന് കാര്യങ്ങളാണ്. ആന, കൊതുക്, ഏത്തയ്ക്ക, ഇവ തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഒരു ബന്ധമില്ല. പിന്നെ നമുക്ക് ബന്ധം ആരോപിച്ച് കൊണ്ടുവരാം. ആനയ്ക്ക് കൊതുക് കടി ഉള്ളും ഏത്തയ്ക്ക് ഇഷ്ടവുമാണ് എന്ന് പറഞ്ഞത് ആരോപിച്ച് കൊണ്ടുവരാൻ പറയും. മൂന്ന് കാര്യങ്ങളാണ്. ആത്മവിചാരം എന്ന് പറയുന്നത് ആത്മാവാണ് ഞാനെന്നും, നിത്യമായിരിക്കുന്ന ആത്മാവാണ് ഞാനെന്നും, അതാണ് സത്യമെന്നും, അത് മാത്രമേ ഉള്ളൂന്നും, ഈ ശരീരത്തെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ളൊരു മനോവികാരത്തെയാണ് ആത്മവിചാരം എന്ന് വിളിക്കുന്നത്. ആത്മബോധത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വയം സാധന എന്നുള്ള രീതിയിലാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു അറ്റൈൻമെൻറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രാക്ടീസ്, ബട്ട് ഇറ്റ് ഇസ് എൻ എൻഡ്, നോട്ട് ദ മീൻസ്. ലക്ഷ്യമാണ്, മാർഗമല്ല. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, മൈൻഡ്ഫുൾനെസ് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ സമയത്തും എന്നിൽ തന്നെ സന്നിഹിതനായിരിക്കുന്ന അവസ്ഥ. അത് നേരത്തെ പറഞ്ഞ ആത്മവിചാരത്തിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ ശരീരത്തിനകത്താണ് എന്ന നിരന്തരമായ ബോധമാണ്. നേരെ തിരിച്ചാണ്. ഞാൻ ഈ ശരീരത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം റിസൾട്ട് ഒന്നാണ്, സംശയമൊന്നുമില്ല. ഇതുണ്ടാകുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ വരും. പക്ഷേ ഇതിൻ്റെ വഴികൾ വ്യത്യസ്തമായിട്ട് തന്നെയാണുള്ളത്. ശരീരത്തിൽ ഞാനിരിക്കുന്നു, ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ഞാനിത് ചെയ്യാൻ പോകുന്നു, ഞാനിത് പഠിക്കുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ പാട്ട് പാടുന്നു, ഞാൻ ആഹാരം കഴിക്കുന്നു എന്നുള്ള നിരന്തരമായിരിക്കുന്ന വിചാരം, അതൊരു ആത്മവിചാരമല്ലേ? ആണ്, ആത്മവിചാരം തന്നെയാണ്. പക്ഷേ അതിന് ദൂരെക്കൂടെയുള്ള ബന്ധമാണ്. ആത്മവിചാരം തുടങ്ങുന്നത് ഒരു ബോധനത്തിൽ നിന്നാണ്. ഇത് ഒരു അറ്റൈൻമെൻറ്റാണ്. ഇത് കിട്ടി, ഒരു പ്രാപ്തിയായി കഴിഞ്ഞു. അല്ലാതെ ആത്മവിചാരം എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് ഒരാൾ ചെയ്യേണ്ട. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഡൂയിങ്, വേറാസ് ദ മൈൻഡ്ഫുൾനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. യു ആർ നോട്ട് ഡൂയിങ് എനിമോർ. പിന്നെ അവിടെ ചെയ്ത്തൊന്നുമില്ല. ഇനി സാറ് പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആരെന്നുള്ള എൻക്വയറിയാണ്. ഇതിൽ രണ്ടിലേക്കുള്ള ഏണിയും കൊണ്ട് നടപ്പാണ്. എവിടെ ചാരാൻ പറ്റും എന്നുള്ള ഏണിയും കൊണ്ട്, അതാണ് ഞാൻ ആരെന്നുള്ള അന്വേഷണം. അതിന് എൻക്വയറിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റുകളും എത്തുന്നവരിടത്ത് തന്നെയായിരിക്കും. 3 വഴികൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഒരാൾ ഏണിയെ ഏൽപ്പിച്ചു, ഒരാളത് ഇങ്ങനെ പറഞ്ഞു, ഒരാളത് അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ബോധാവസ്ഥ തന്നെയാണ്. ഞാൻ ബോധമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ, അതിൽ തന്നെ എത്തിച്ചേരുന്നു. പക്ഷേ ആ എൻക്വയറി എന്ന് പറയുന്നത് വേറെ, പിന്നെ ഞാൻ എത്തിയിരിക്കുന്ന ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ, അതിനുവേണ്ടിയുള്ള വിചാരം എന്ന് പറയുന്നത് വേറെ. ഞാനാര് എന്നുള്ളത് ചോദ്യമാണ്. അപ്പം ഞാൻ അതാണോ, ഞാൻ ഇതാണോ, ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് നിഷേധിച്ച് പോവുകയാണ്. രണ്ടാമത്തെ അതിനേക്കാളും കഴിഞ്ഞ ആത്മവിചാരം ഞാൻ ആത്മാവാണ് എന്നൊരു ബോധമാണ്, വിചാരമാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തത് ഞാൻ ആത്മാവാണെന്ന് ഞാൻ ശരീരത്തിനകത്താണ് ഇരിക്കുന്നതെന്നും ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിത്യമായിരിക്കുന്ന വൃത്തിയാണ്. ആ 3 സ്റ്റേറ്റ് തന്നെ, സംശയമില്ല.